അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടണൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടണൽസിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റേജസ് ഇൻ ടണൽ കൺസ്ട്രക്ഷൻ. അതായത് നമ്മളൊരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പം എന്തൊക്കെ സ്റ്റേജസ് ആണ് അതിൽ വരുന്നതെന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ എന്തായിരിക്കും? ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും അല്ലേ. നമ്മളൊരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. എന്തിനാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്? നമുക്ക് വേണ്ട നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനെ പറ്റി? നമ്മുടെ ടണൽ സൈറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, എന്തൊക്കെയായിരിക്കും നമുക്ക് വേണ്ട ഇൻഫർമേഷൻ? ഒറിജിൻ ഓഫ് സോയിൽ മാസ്. നമ്മുടെ സോയിൽ മാസ് ഏത് ഒറിജിൻ ആണ്? വോൾക്കാനിക് ആണോ, അല്ലെ സെഡിമെന്ററി സോയിൽ ആണോ, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു സോയിൽ മാസ് ആണ് നമുക്ക് ആ ടണൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറൊന്നെന്താണ്? ഹൈഡ്രോളജി ഇൻ ദ സറൗണ്ടിങ് ഏരിയ ഓഫ് പ്രപ്പോസ് സൈറ്റ്. നമ്മുടെ ആ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏരിയയിലെ ഹൈഡ്രോളജി എന്ന് പറയുമ്പോൾ എന്താ? വാട്ടർ റിലേറ്റഡ് കാര്യങ്ങൾ. നമ്മുടെ വാട്ടർ ടേബിൾ എവിടെയാണ്, പിന്നെ അല്ലെങ്കിൽ എന്താ നമ്മുടെ എന്തെങ്കിലും നാച്ചുറൽ വാട്ടർ കോഴ്സ് എന്തെങ്കിലും സ്ട്രീം ഒക്കെ അതുവഴി ഒഴുകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ്രോളജിയെ പറ്റിയിട്ട് നമ്മൾ എന്താ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഇനി എന്താ? പ്രസൻസ് ഓഫ് ഫൗൾ ഗ്യാസസ്. ഈ ഫൗൾ ഗ്യാസസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അത് ഇഞ്ചുറീസ് ആയിട്ട് മാറും അല്ലേ. ഫൗൾ ഗ്യാസസ് നമുക്കിപ്പം ശ്വസിക്കാൻ പറ്റാത്ത അപകടകാരികളായിട്ടുള്ള വാതകങ്ങളൊക്കെ അവിടെ കാണും അല്ലേ. ഇനി അടുത്ത എന്താ? ടെമ്പറേച്ചർ ഓഫ് സോയിൽ നിയർ ബൈ. നമ്മുടെ അവിടെ ഉള്ള സോയിലിന്റെ ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് സോയിൽ ടെമ്പറേച്ചർ? വലിയ മൗണ്ടൻസിലൊക്കെ നമ്മൾ മാഗ്മ ഒക്കെ ഇതുപോലെ എന്താ ഇതുപോലെ സോൾഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാഗ്മ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെറിയ എന്താ നമ്മൾ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാകുന്നു അങ്ങനെ കേട്ടില്ലേ. അപ്പം നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടെമ്പറേച്ചറിനെ പറ്റിയിട്ട്, ആ സോയിലിന്റെ ഒരു ടെമ്പറേച്ചറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേനും നമുക്ക് എന്ത് മനസ്സിലാകും? അവിടുത്തെ സോയിൽ സേഫ് ആണോ, ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ, ഈ ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ അവിടെ സേഫ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത എന്താ? ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് സോയിൽ മാസ് എക്സിസ്റ്റിംഗ് അറ്റ് പ്രപ്പോസ്ഡ് സൈറ്റ്. നമ്മുടെ സോയിൽ മാസിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യണം, മെക്കാനിക്കൽ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ആ സൈറ്റിലുള്ള സോയിൽ മാസ് ഫിസിക്കലി ഈ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യാൻ കേപ്പബിൾ ആണോ, അവന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് എന്താണ് ആഡ്വക്കേറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെന്താ? ലൊക്കേഷൻ ഓഫ് ഫോൾഡ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ജിയോളജി എന്നൊരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഫോൾഡുകൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ സോയിൽ അല്ലെങ്കിൽ ഈ റോക്കി ഏരിയയിൽ അല്ലെങ്കിൽ മൗണ്ടൈനിയസ് റീജിയനിൽ എന്തുണ്ട്? ഫോൾഡ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് പ്രയർ ടു പ്ലാനിങ് ദ പ്രൊജക്ട്. നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അറ്റ് ദ ടൈം ഓഫ് പ്ലാനിങ്, നമ്മൾ ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അടുത്ത എന്താ? അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അങ്ങനെ മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേഷൻസ് ബിഫോർ പ്ലാനിങ്. അതായത് ഇന്നിപ്പം പറഞ്ഞു പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നടത്തുക. ഒന്നാമതായിരിക്കും ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് നടത്തുന്നത്? ടു ഡിറ്റർമിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ബെഡ് റോക്ക് ആൻഡ് ടോപ്പ് സോയിൽ. നമ്മുടെ ബെഡ് റോക്കും ടോപ്പ് സോയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഓക്കെ, ബെഡ് റോക്കും ടോപ്പ് സോയിലിനും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അവിടെയുള്ള ബെഡ് റോക്കിനും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ടണൽ ചെയ്തല്ലേ നമ്മൾ ടണൽ ഉണ്ടാക്കണ്ടേ. അപ്പം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ? എക്സ്പ്ലോറേഷൻ അറ്റ് ദ സർഫസ് ഇൻ ദ ഫോം ഓഫ് നോയിങ് മോർഫോളജി, പെട്രോളജി ആൻഡ് സ്ട്രാറ്റിഗ്രഫി. സ്ട്രാറ്റിഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രാറ്റ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പൊ സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ലേയേഴ്സ് ആയിട്ടുള്ള സോയിലാണ് സ്ട്രാറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ സ്ട്രാറ്റിഫിക്കേഷൻ, അതിന്റെ ആ ലേയേഴ്സ്, ഓരോ സോയിൽ ലെയറും ഏതാണ്? ക്ലേ ആണോ, സാൻഡ് ആണോ, സിൽറ്റ് ആണോ, അല്ലെങ്കിൽ നല്ല റോക്ക് ആണോ, ഹാർഡ് റോക്ക് ആണോ, അങ്ങനെയുള്ള സ്ട്രാറ്റിഗ്രഫിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു സ്റ്റഡി നടത്തി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. വേറൊരു കാര്യം എന്താ? മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? മോർഫോളജി എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് സ്റ്റഡിയാണ്. ഓക്കെ, അതായത് നമ്മുടെ സോയിലിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അത് എർത്ത് സർഫസിൽ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. ഓക്കെ, മോർഫോളജിക് സ്റ്റഡി. അതായത് അതിന്റെ ഒറിജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇവല്യൂഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? മോർഫോളജി എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പൊ മോർഫോളജി ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താ? പെട്രോളജി. പെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താ? പെട്രോളജി എന്ന് പറയുമ്പോൾ ഒരു ജിയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, അതിനകത്ത് റോക്ക്, അതിന്റെ റോക്കിന്റെ മിനറലോളജി, അതിന്റെ മിനറൽ കണ്ടന്റ്സിനെ പറ്റിയിട്ട്, അതിന്റെ കോമ്പോസിഷനെ പറ്റിയിട്ട്, അതിന്റെ ടെക്സ്ചറിനെ പറ്റിയിട്ട് ഒക്കെയുള്ള സ്റ്റഡിയാണ് എന്ത്? പെട്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പൊ മോർഫോളജി എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനെ പറ്റിയിട്ട്, പെട്രോളജി എന്ന് പറയുമ്പോൾ റോക്ക്, അതിന്റെ മിനറൽ കമ്പൗണ്ട്, അതിന്റെ കോമ്പോസിഷന്, അതിന്റെ ടെക്സ്ചർ, പിന്നെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, പിന്നെന്താണ് അത് ഏത് കണ്ടീഷനിലാണ് ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പെട്രോളജിയിൽ സ്റ്റഡി ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് ബിഫോർ ആയിട്ട് നമ്മൾ അതിന്റെ മോർഫോളജി പഠിക്കും, പെട്രോളജി പഠിക്കും, സ്ട്രാറ്റിഗ്രഫിയെ പറ്റിയിട്ട് പഠിക്കും. 3 കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താ? അടുത്തത് നമ്മൾ ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യും. ജിയോ ഫിസിക്കൽ മെത്തേഡ്സ്. ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്സ് പോലെയുള്ള മെത്തേഡ്സിനാണ് ജിയോ ഫിസിക്കൽ മെത്തേഡ്. അതായത് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. നമ്മൾ ചില വേവ്സ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ജിയോ ഫിസിക്കൽ മെത്തേഡ് പോലുള്ള ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നേ? ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് വീക്ക് സോൺസ്. നമ്മൾ നേരത്തെ ഫോൾഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെ ഷിയർ സോൺസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ആ വീക്ക് സോൺസ് എവിടാണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ ആയല്ലോ. ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് പ്ലാനിങ്. എന്താണ് അറ്റ് ദ ടൈം ഓഫ് പ്ലാനിങ്? അതായത് നമ്മൾ പ്ലാനിങ്ങിന്റെ സമയത്ത് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും? ഒന്നാമത്തത് മെയ്ഡ് ബൈ ഡ്രില്ലിംഗ് ഹോൾസ്. നമ്മൾ ഹോള് ഡ്രില്ല് ചെയ്ത് നോക്കും. അത് 3 മെത്തേഡ്സ് വരെ ചെയ്യും. പെർക്കഷൻ, റോട്ടറി പെർക്കഷൻ, റോട്ടറി ഡ്രില്ലിംഗ്. ഈ 3 മെത്തേഡ്സ് വഴി ചെയ്യും. ഓക്കെ, ഇനി റോട്ടറി പെർക്കഷൻ മെത്തേഡ്സ്. റോട്ടറി മെത്തേഡ്സ് അല്ലെങ്കിൽ റോട്ടറി പെർക്കഷൻ മെത്തേഡ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ലൂസ് സോയിൽസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, റോട്ടറി അല്ലെങ്കിൽ റോട്ടറി പെർക്കഷൻ മെത്തേഡ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യും? ലൂസ് സോയിൽസിലാണ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് റോട്ടറി അല്ലെങ്കിൽ റോട്ടറി പെർക്കഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി അടുത്തത് റോട്ടറി ഡ്രില്ലിംഗ് മെത്തേഡ്. ഡ്രില്ല് ചെയ്ത് പോകേണ്ടത് എവിടാ? റോക്കി സോയിലാണ്. ഓക്കെ, ഡ്രില്ല് ചെയ്ത് പോകേണ്ടത് റോക്കി സോയില്. പെർക്കഷൻ അപ്പൊ എവിടെ? ലൂസ് സോയില്. ക്ലിയർ ആയല്ലോ? ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പം ഡ്രില്ല് ചെയ്ത് പോകേണ്ടത് റോക്കി സോയില്, പെർക്കഷന് ലൂസ് സോയിൽ. ക്ലിയർ ആയല്ലോ അത്? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ. അതെന്താ? കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്താ? ഹെഡിങ് എന്താ? പാർട്ട് ഓഫ് ടണൽ ക്രോസ് സെക്ഷൻ എക്സ്കവേറ്റഡ് ഫോർ സ്മോൾ ലെങ്ത്. അപ്പൊ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ട ആ ടണലിന്റെ ആ ക്രോസ് സെക്ഷൻ ഒരു സ്മോൾ ലെങ്തിൽ എക്സ്കവേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ തന്നെ ഹെഡിങ് അതായത് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ ആ ടണലിനെ പറ്റിയിട്ട് ഇനി എങ്ങനെയായിരിക്കും അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന്റെ റോക്ക് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ആ ഒരു കണ്ടീഷൻ എങ്ങനെ, ഡ്രില്ല് ചെയ്യുമ്പോഴത്തെ അവസ്ഥ എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഹെഡിങ് മനസ്സിലായല്ലോ? പാർട്ട് ഓഫ് ടണൽ ക്രോസ് സെക്ഷൻ എക്സ്കവേറ്റഡ് ഫോർ സ്മോൾ ലെങ്ത്, അതിനാണ് ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ടണൽ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ട കുറച്ച് നെസസറി ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈവിംഗ് ഡ്രിഫ്റ്റ്. ഓക്കെ, ഡ്രൈവിംഗ് ഡ്രിഫ്റ്റ്, ഹെഡിങ് ആൻഡ് ഡ്രിഫ്റ്റ്. ഹെഡിങ് ആൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് നമ്മൾ പറഞ്ഞു സ്മോൾ ലെങ്തിൽ ചെയ്ത്. അപ്പൊ ഹെഡിങ്ങും ഡ്രിഫ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡ്രിഫ്റ്റ് എന്ന് പറയാം. ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് നമുക്കുള്ള ലേയേഴ്സിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഫോൾട്ടുകളെ പറ്റിയിട്ട്, ഫോൾഡിനെ പറ്റിയിട്ട്, ഇനി ഫൗൾ ഗ്യാസസ് ഉണ്ടോ, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഹെഡിങ്ങും ഡ്രിഫ്റ്റും ചെയ്യുമ്പം കിട്ടും. ഓക്കെ, ഈ ഡ്രൈവിംഗ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്, ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ഹോൾസ് പോലെ ത്രൂ ഔട്ട് ലെങ്തിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നത് എക്സാക്ട്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടണൽ അലൈൻമെന്റ്. എന്റെ ടണൽ അലൈൻമെന്റ് ഇങ്ങനെ ആണെങ്കിൽ ഡ്രിഫ്റ്റ് ഞാൻ എങ്ങനെ തന്നെ കൊടുക്കണം? ഇങ്ങനെ തന്നെ കൊടുക്കണം.
ഓക്കെ, ഇനിയും ഈ ഡ്രിഫ്റ്റ് ചെയ്താലുള്ളൊരു ഉപകാരം എന്താ? നമുക്ക് കൺസ്ട്രക്ഷന് മുമ്പേ തന്നെ ഈ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടും. എന്തിനെ പറ്റിയിട്ട്? ടണലിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം ഡ്രൈവിംഗ് ഡ്രിഫ്റ്റ് എന്നുള്ള പോർഷൻ ക്ലിയർ ആയല്ലോ. ഹെഡിങ് പഠിച്ചു, ഡ്രൈവിംഗ് ഡ്രിഫ്റ്റ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡിങ്സ് എന്ന് പറയുമ്പോൾ ഹോൾസ് ദാറ്റ് ആർ ഡ്രിൽഡ് ആസ് വർക്ക് പ്രൊസീഡ്സ്. വർക്ക് പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഹോൾസ് ഡ്രിൽ ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? ഹെഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രിഫ്റ്റ് കൊടുത്ത എന്തെങ്കിലും ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഹെഡിങ് നമുക്ക് എന്ത് ചെയ്യും? സർവീസ് ലൈൻസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ബ്ലാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ നമുക്കൊരു സ്ഥലത്ത് എത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സർവീസ് സ്പേസ് നമുക്ക് ഈ ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഹെഡിങ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയും ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഹോൾസ് ആണെന്ന് പറഞ്ഞു. ഹോൾസ് ദാറ്റ് ആർ ഡ്രിൽഡ് ഫോർ ദ എൻറ്റയർ ലെങ്ത് ഓഫ് ടണൽ ഇൻ ദ ബിഗിനിങ്. അപ്പൊ എനിക്കൊരു ടണൽ വേണം, ആ ടണലിന്റെ ത്രൂ ഔട്ട് ലെങ്തിൽ ഞാൻ ഒരു ഹോൾ ഡ്രില്ല് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. ഇനിയും അടുത്തത് ബ്ലാസ്റ്റിംഗ്. ബ്ലാസ്റ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ബ്ലാസ്റ്റിങ്ങിന് എന്തൊക്കെ യൂസ് ചെയ്യാം? ലേസർ യൂസ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യാം. വേറൊന്ന് ഇലക്ട്രോൺ ബീംസ് യൂസ് ചെയ്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ലേസർ യൂസ് ചെയ്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. പിന്നെ വേറെന്താണ്? ഇലക്ട്രോൺ ബീംസ് യൂസ് ചെയ്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ലേസർ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസ് ഒക്കെ നോൺ എക്സ്പ്ലോസീവ് ടെക്നിക്സ് ആണ്. എക്സ്പ്ലോസീവ് ഇല്ലാതെ നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് അതൊക്കെ. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രാഗ്മെന്റേഷൻ നടത്താൻ പറ്റും. അതിനാണ് നോൺ എക്സ്പ്ലോസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന നോൺ എക്സ്പ്ലോസീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം? ലേസർ പറയണം, പിന്നെ ഇലക്ട്രോൺ ബീംസ് പറയണം. ഓക്കെ, ഇനി വേറെ ടൈപ്സ് ഓഫ് എക്സ്പ്ലോസീവ് ഏതൊക്കെയാ? കുറെ ടൈപ്പ് എക്സ്പ്ലോസീവ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്ട്രൈറ്റ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അമോണിയ ജെലാറ്റിൻ, പിന്നെ ബ്ലാസ്റ്റിംഗ് ഏജൻസ്, വേറെ എന്തെങ്കിലും ഏജൻസ്. പിന്നെ അമോണിയ ഡൈനാമിക്സ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് എന്തിനാ? അമോണിയ ഡൈനാമിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് റോക്കുകൾക്കാണ് നമ്മൾ അമോണിയയും ഈ ഡൈനാമിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെമി ജെലാറ്റിൻ ഒക്കെ ആയിരിക്കും നമ്മൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ലറീസ് ഓഫ് വാട്ടർ ജെൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ബ്ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ്. ഓക്കെ, അടുത്തത് കട്ട്. കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാസ്റ്റ് ഈസ് മെയ്ഡ് ടു ഗെറ്റ് ഇനീഷ്യൽ കട്ട്. നമ്മളിപ്പോൾ ഒരു ബ്ലാസ്റ്റ് നടത്തി, ഒരു ഏരിയയിൽ ബ്ലാസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവും? ഒരു ഇനീഷ്യൽ കട്ട് അല്ലെങ്കിൽ വോയിഡ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ആ വോയിഡിനകത്ത് നിന്ന് എന്ത് ചെയ്യും? റോക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഒരു ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിട്ട് റോക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ അടുത്ത കട്ട് നമ്മൾ ചെയ്യുക അല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ റോക്ക് റിലീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോവുക. ഓക്കെ, initial blast must release satisfactory amount of rock and free phase for blast to follow. അപ്പോൾ ഇനീഷ്യൽ കുറച്ച് ഇത്രയും റോക്ക് ഇളകിപ്പോയി, ഇനി അവിടെ അത്രയും റോക്ക് ഇളകിപ്പോയി കഴിഞ്ഞാൽ അടുത്ത ഫേസ് ഫ്രീ ആയി അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ബ്ലാസ്റ്റ് നടത്തി ഇത്രയും പോർഷനും കൂടെ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ കട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ആംഗിൾ കട്ട്, ബേൺ കട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡ്സ് ആണ് ആംഗിൾ കട്ട്, ബേൺ കട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് തിയറി ഓഫ് ബ്ലാസ്റ്റിംഗ്. ഓക്കെ, തിയറി ഓഫ് ബ്ലാസ്റ്റിംഗിൽ വരുന്നത് പ്രോസസ്സസ് ബൈ വിച്ച് റോക്ക് ക്യാൻ ബി ബ്ലാസ്റ്റഡ്. ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഏതൊക്കെയാ? ഇമ്പാക്ട് കൊടുത്തിട്ട് ബ്ലാസ്റ്റ് ചെയ്യാം. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ ഫോഴ്സ് സ്മോൾ ഡ്യൂറേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇമ്പാക്ട്. അബ്രാഷൻ കൊടുക്കാം. അബ്രാഷൻ എന്താ? നമ്മൾ ഈ റെസിസ്റ്റൻസ് വിയറിംഗ് ആക്ഷൻ വരുന്നതാണ് അബ്രാഷൻ എന്ന് പറയുന്നത്. പിന്നെ തെർമലി ഇൻഡ്യൂസ്ഡ് സ്പാലിംഗ്. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ആ ലെയേഴ്സ് അടന്ന് വീഴുന്നതിനാണ് തെർമലി ഇൻഡ്യൂസ്ഡ് സ്പാലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് നടത്താം. ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ ഉണ്ട്, പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ബ്ലാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഓക്കെ, സാധാരണ നമ്മൾ എക്സ്കവേഷൻ നടത്തുന്നത് എന്താ? യൂഷ്വലി ബ്ലാസ്റ്റിംഗ് വഴിയിട്ടാണ്. ഓക്കെ, സാധാരണ നമ്മൾ എക്സ്കവേഷൻ ഒക്കെ നടത്തുന്നത് ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി ഓഫ് ബ്ലാസ്റ്റിംഗ്, എങ്ങനെയാണ് റോക്ക് ബ്ലാസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിച്ചല്ലോ. ഇനി അടുത്തത് ഷേപ്പ് ആൻഡ് സൈസ്.
അതായത് നമ്മുടെ ടണലിന്റെ ഷേപ്പ് ആൻഡ് സൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിഫറെന്റ് ക്രോസ് സെക്ഷൻസ് നമ്മൾ ടണലിൽ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നാമതാണ് ഡി സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡി ഷേപ്പിലിരിക്കും, അല്ലെ ഡി ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ ഇരിക്കും. അതിനാണ് ഡി സെക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഈ ഡി സെക്ഷൻസ് റോക്ക് ടണൽസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഈ സർഫസ് ഇവിടെ റോക്ക് ആണെങ്കിലാണ്, ഈ ഒരു ഫേസിൽ റോക്ക് ആണെങ്കിലാണ് നമ്മൾ ഇത്രയും ടണൽസ് നമ്മൾ ഡി സെക്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇനി നമുക്ക് ഈ ഒരു ഡി സെക്ഷൻ ടണൽസ് യൂസ് ചെയ്യുന്ന റിസ്ക് ഓഫ് ഫെയിലിയർ ഓഫ് കൊളാപ്സ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ പ്രഷർ ഫ്രം വാട്ടർ, ലൂസ് ഓർ അൺസ്റ്റേബിൾ സോയിൽ കണ്ടീഷൻ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള സോയില് കൊളാപ്സ് ചെയ്ത് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ കാരണം എന്തുണ്ടാകാം? ഒരു എക്സ്റ്റേണൽ പ്രഷർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പ്രഷർ ഉണ്ടാവും അല്ലെ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ കാണും. പിന്നെ ഇവിടെയൊക്കെ എന്ത് കാണും? ചിലപ്പോൾ ഈ വാട്ടർ ടേബിൾ അല്ലെ, വെള്ളത്തിന്റെ ഒരു ഇത് കാണും അല്ലെ, നമ്മൾ ഈ ഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന വെള്ളം കാണും. അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു സെക്ഷനിലെ വാട്ടർ ടേബിൾ ചിലപ്പോൾ മേളിലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ പ്രഷർ കാരണം, അൺസ്റ്റേബിൾ സോയിൽ കണ്ടീഷൻ കാരണം ഒക്കെ ഇത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഡി സെക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഡി സെക്ഷന്റെ ഒരു പ്രത്യേകത എന്താ? ഒരു ആർച്ച് റൂഫ് ഉണ്ട്. ഓക്കെ, ഒരു ആർച്ച് റൂഫ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇതുപോലെ ഒരു ആർച്ച് റൂഫ് ഉണ്ട്. സ്ട്രെയിറ്റ് സൈഡുകളാണ്. ഓക്കെ, സ്ട്രെയിറ്റ് സൈഡുകളാണ്. പിന്നെന്താ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സെഗ്മെന്റഡ് റൂഫ് സെക്ഷൻ ആയിട്ടും ചെയ്യാം. ഓക്കെ, പിന്നെന്താ, ഇതിനെ നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യുന്നത്? സബ്വേകൾ യൂസ് ചെയ്യും. സബ്വേ എന്താണെന്ന് അറിയാലോ? നമ്മൾ ഒരു റോഡ് ഉണ്ട്, ആ റോഡിന് താഴെ കൂടെ ആൾക്കാർക്ക് ഇത് റോഡ് ക്രോസ് ചെയ്യണം. നമ്മൾ ഓവർ ബ്രിഡ്ജ് കൊടുക്കുന്നതിന് പകരം ഇതിൽ കൂടെ സബ്വേ കൊടുത്ത് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഇതുവഴി ഇറങ്ങി സ്റ്റെയർ ഒക്കെ ഇറങ്ങി താഴെ വന്ന് സബ്വേ കൂടെ കയറിപ്പോയി തിരിച്ചു മേളിൽ കയറി പോകുന്ന സബ്വേകളുണ്ട്. അങ്ങനെയുള്ള സബ്വേകളില് പിന്നെ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നാവിഗേഷൻ ചാനൽസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡി സെക്ഷൻ ടൈപ്പ് ടണൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് സർക്കുലർ സെക്ഷൻ. ഓക്കെ, അപ്പൊ സർക്കുലർ സെക്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫുൾ സർക്കുലർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവൻ ഹെവി ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റേഡിയൽ പ്രഷറിനെ എന്ത് ചെയ്യും? അവൻ റെസിസ്റ്റ് ചെയ്യും അല്ലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ മോസ്റ്റ് ഡിസൈറബിൾ ഷേപ്പ് എന്ന് പറയുന്നത് ഈ സർക്കുലർ ആയിരിക്കും. ഇതായിരിക്കും ഇവന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർക്കുലർ സെക്ഷന്റെ ഡയമീറ്റർ ഡി ആയിരിക്കും. നമ്മളിപ്പോ എങ്ങനെ അതിനെ കാണിക്കുവാണെങ്കിൽ ഒരു ഡയമീറ്റർ ഡി കാണും ഔട്ടർ സർഫസിൽ. ഇതായിരിക്കും അവന്റെ നമ്മൾ ലൈനിങ് കൊടുക്കുന്ന പോർഷന്. ഇതായിരിക്കും അവന്റെ ആ റോക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആ ഏരിയ. ഓക്കെ, ഇനി അടുത്തത് എഗ് ഷേപ്ഡ് സെക്ഷൻ. ഇതിനിടയിൽ ഒരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്, ഞാൻ അത് മിസ് ചെയ്തു. റെക്ടാങ്കുലർ സെക്ഷൻ വരുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ എഴുതണേ. റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും സാധാരണ ഒരു നമ്മൾ ഈ സർക്കുലറിന് കൊടുക്കുന്ന ഒരു ഡയമീറ്റർ ഇല്ലേ, അത് ഡയമീറ്റർ ഒരു ഡി ആണ് ഇതെങ്കിൽ, ഈ ഡയമെൻഷൻ നമ്മൾ ആ സർക്കുലറിനൊക്കെ കൊടുക്കുന്ന പോലത്തെ ഡയമീറ്റർ ഡി ആണ് ഈ ഡയമെൻഷൻ എങ്കിൽ ഇവന്റെ ഹൈറ്റ് അറൗണ്ട് 2D വരും. ഓക്കെ, പിന്നെ ഇതുപോലൊരു ലൈനിങ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ ഫിക്സ് പോലെ കാണിക്കും ഇങ്ങനെ. ഓക്കെ, ആ ബൗണ്ടറി. ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, ഈ റെക്ടാങ്കുലർ സെക്ഷന് സ്യൂട്ടബിൾ ആകുന്ന എവിടാണെന്നറിയാവോ? ഹാർഡ് റോക്കുകളിൽ മാത്രമാണ്. ഓക്കെ, ഹാർഡ് റോക്കുകളിൽ മാത്രമാണ് റെക്ടാങ്കുലർ സെക്ഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സ്യൂട്ടബിൾ ഫോർ ഹാർഡ് റോക്സ്, അങ്ങനെ എഴുതിയാൽ മതിയേ. ഓക്കെ, ഇനി അടുത്തതാണ് എഗ് ഷേപ്ഡ് സെക്ഷൻ. എഗ് ഷേപ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത് സാധാരണ സീവേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എഗ് ഷേപ്ഡ് സെക്ഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, എഗ് ഷേപ്ഡ് സെക്ഷൻസ് എവിടെ യൂസ് ചെയ്യുക? സീവേജ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എഗ് ഷേപ്ഡ് സെക്ഷൻ യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു മുട്ടയുടെ ഒക്കെ ഷേപ്പ് ആയിരിക്കും അവൻ ഏകദേശം ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഈ ഒരു എഗ് ഷേപ്ഡ് സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യും ഡ്രൈ വെതർ ഫ്ലോയിൽ. രണ്ട് വെതർ ഫ്ലോ ഉണ്ട്, വെറ്റ് വെതർ ഫ്ലോയും ഉണ്ട്, ഡ്രൈ വെതർ ഫ്ലോ ഉണ്ട്. വെറ്റ് വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും? ഈ മഴ വെള്ളത്തിന്റെ കൂടെ നമ്മുടെ സീവേജ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം കാണും. ഓക്കെ, ഡ്രൈ വെതർ ഫ്ലോയിൽ എന്തില്ല? മഴയില്ല. അപ്പൊ എന്ത് മാത്രമേ കാണത്തുള്ളൂ? സീവേജ് മാത്രമേ കാണത്തുള്ളൂ.
അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ എന്താ ഓവൽ ഷേപ്പ് ആണെങ്കിൽ അതിനകത്ത് വെറ്റ് ഫെദർ ഫ്ലോയിലും ആഡിക്വേറ്റ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൽറ്റിങ് സ്കൗറിങ് അല്ലാതെ എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് ഈ എന്താണ് നമ്മുടെ സീവേജ് ഒഴുകി പോകാൻ പറ്റുന്ന ഒരു വെലോസിറ്റി ഈ എഗ് ഷേപ്ഡ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് എഗ് ഷേപ്ഡ് സെക്ഷൻ സാധാരണ നമ്മൾ എന്താ ഈ സീവേജിന്റെ ഒക്കെ എഗ് ഷേപ്ഡ് സെക്ഷൻസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എഗ് ഷേപ്ഡ് സെക്ഷന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് ഇത് d ആണെങ്കിൽ ഇവന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 2d വരത്തക്ക വിധത്തിലായിരിക്കും ഇവനെ നമ്മൾ ഡിസൈൻ ചെയ്യുക. അറൌണ്ട് 2d. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ലൈനിങ്. അടുത്തത് ഇവന്റെ ജംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേക്കണേ നോട്ട്സ് എഴുതുമ്പോഴേ. ഓക്കെ, അപ്പം എഗ് ഷേപ്ഡ് സെക്ഷന്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹോഴ്സ് ഷൂ ഫോം. ഹോഴ്സ് ഷൂ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരയുടെ ഒക്കെ കാലിൽ ഇടുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ ഷേപ്പിലാണ് ഹോഴ്സ് ഷൂ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടഡ് ഷേപ്പ് ഏതാന്ന് ചോദിച്ചാൽ എന്താ എഴുതണ്ടേ? ഹോഴ്സ് ഷൂ ഫോം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ട്രാഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഷേപ്പ് ഏതാണ്? ഹോഴ്സ് ഷൂ ഫോം ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ട റെക്ടാങ്കുലർ അല്ലാതെ ബാക്കി എല്ലാ ടണലുകളിലും എന്താണ് നമ്മുടെ ഈ ഫ്ലോർ ഫ്ലാറ്റ് ആണോ? അല്ല. അപ്പൊ ഫ്ലോർ ഓഫ് ടണൽ നിയർലി ഫ്ലാറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ ടണൽ ഉള്ളപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താ? അതൊരു വർക്കിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ടൈമിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോഴ്സ് ഷൂ ഫോം ഷേപ്പിലുള്ള ടണലിന്റെ പ്രത്യേകതകൾ. അടുത്തത് പോർട്ടൽ. പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മുടെ ഡോർവേ അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ്, ടണലിന്റെ മെയിൻ എൻട്രൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്താ? ഇന്റർസെക്ഷൻ പോയിന്റ് ബിറ്റ്വീൻ അണ്ടർഗ്രൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ഗ്രൗണ്ട് സർഫസ്. നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ഇതാ അല്ലേ? അണ്ടർഗ്രൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇന്റർഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഓഫ് ടണലിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് ഫുൾ ഫേസ് മെത്തേഡ്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇതുപോലുള്ള ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒന്നാമതാണ് ഫുൾ ഫേസ് മെത്തേഡ്. ആ ഫുൾ ഫേസ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എൻറ്റയർ ക്രോസ് സെക്ഷൻ, ആ ടണലിന്റെ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതുപോലെ എൻറ്റയർ ക്രോസ് സെക്ഷനിൽ നമ്മൾ ത്രൂ ഔട്ട് ലെങ്തിൽ എന്ത് ചെയ്ത് പോവാ? ടണൽ ചെയ്ത് പോവാ, ഒറ്റയടിക്ക് അങ്ങ് പോവാ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ റോക്ക് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് സെൽഫ് സപ്പോർട്ടിങ് ആയിട്ടുള്ള റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫുൾ ഫേസ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യുക അല്ലേ? അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടണൽ ബോറിംഗ് മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അൺസ്റ്റേബിൾ വീക്ക് റോക്ക് ഒക്കെ ആണെങ്കിൽ കൊളാപ്സ് ചെയ്യുന്ന കാരണം നമുക്ക് ഇത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഫുൾ ഫേസ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഫുൾ ഫേസ് മെത്തേഡ് ക്ലിയർ ആയല്ലോ. അടുത്തതാണ് ഡ്രിഫ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്മോൾ സൈസ്ഡ് ഹോൾസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ എന്ത് ചെയ്യും? സ്മോൾ സൈസ്ഡ് ഹെഡിങ്സ് കൊടുക്കും. എവിടാ കൊടുക്കുന്നത്? ഒന്ന് ടോപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ ബോട്ടത്തിൽ കൊടുക്കാം. ആ ടണൽ ഫേസിന്റെ ടോപ്പിലോ ബോട്ടത്തിലോ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നമ്മൾ വൈഡൻ ചെയ്ത് ബെഞ്ചിങ് ചെയ്ത് എൻലാർജ് ചെയ്യുന്നതാണ് ഡ്രിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Okay, provides good ventilation and allows for accurate alignment of tunnel. അപ്പോൾ നമ്മൾക്ക് എന്താ കറക്റ്റ് ടണലിന്റെ അലൈൻമെന്റിൽ തന്നെ നമുക്ക് കറക്റ്റ് അത് ചെയ്തു പോകാൻ സാധിക്കും. പിന്നെ എന്താ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ നമ്മൾ ഓൾറെഡി ഡ്രിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് വെന്റിലേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ലാർജ് ടണൽസിൽ സ്യൂട്ടബിൾ ഫോർ ലാർജ് ടണൽസ് ഇൻ ഡിഫിക്കൽട്ട് ഓർ ഹാർഡ് റോക്ക് കണ്ടീഷൻ. നമ്മൾ ലാർജ് ടണൽസിലൊക്കെയാണ് ഇതുപോലെ ഹെഡ് ഡ്രിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് പോവുക? റിസ്ക് കണ്ടീഷൻസ് ഒക്കെ ഉള്ളിടത്താണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്. എന്തുകൊണ്ടായി ഡ്രിഫ്റ്റ് ചെയ്തതിന്റെ പിന്നെ നമ്മൾ അത് വൈഡൻ ചെയ്യാനൊക്കെ പോകണം. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ഇനി ഡ്രിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് എൻലാർജ്മെന്റ് പ്രോസസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡ്രിഫ്റ്റ് മെത്തേഡിന്. അടുത്താണ് ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡിൽ ഈ ടണലിനെ നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എക്സ്കവേറ്റ് ചെയ്യുക. ആദ്യം അതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുമ്പോൾ ഹെഡിങ് എക്സ്കവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ബോട്ടം പോർഷൻ ബെഞ്ചിങ് എക്സ്കവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ സൈമൾട്ടേനിയസ് ഡ്രില്ല് ചെയ്യും. സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ആ മക്ക് എന്ന് പറഞ്ഞാൽ എന്താ വേസ്റ്റ് മെറ്റീരിയൽ എക്സ്കവേറ്റഡ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി മീഡിയം സൈസ്ഡ് ടണൽ സോഫ്റ്റ് റോക്കുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയം സൈസ്ഡ് ടണൽ സോഫ്റ്റ് റോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പ് ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹെഡിങ്ങിൽ നിന്ന് അതായത് ഫസ്റ്റ് അതായത് എക്സ്കവേറ്റ് ചെയ്ത ആ ഹെഡിങ്ങിൽ നിന്ന് ഈ മക്ക് റിമൂവ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ലതായിട്ട് കോർഡിനേഷൻ ഒക്കെ വേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തത് കംപ്രസ്ഡ് എയർ മെത്തേഡ്.
ഓക്കെ, അപ്പൊ ഇതൊരു ടണലിംഗ് ടെക്നിക്കാ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെബിലൈസ് ദ ടണൽ ഫേസ് ആൻഡ് പ്രിവെന്റ് ഗ്രൗണ്ട് വാട്ടർ ഫ്രം എന്ററിംഗ് ദ എക്സ്കവേറ്റഡ് ഏരിയ. അപ്പൊ ഇത് എന്ത് ചെയ്യും? നമ്മുടെ ടണൽ ഫേസിനെ കംപ്രസ്ഡ് എയർ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടണൽ ഫേസിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് വാട്ടർ ഈ എക്സ്കവേറ്റ് ചെയ്ത ഏരിയയിലോട്ട് വരാതെ ഹെൽപ്പ് ചെയ്യും. അതാണ് എന്ത്? കംപ്രസ്ഡ് എയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കംപ്രസ്ഡ് എയറിനെ എന്ത് ചെയ്യും? നമ്മൾ ടണലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാകും. അത് എന്ത് ചെയ്യും? ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഓവർകം ചെയ്യുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ, വർക്കിംഗ് ഏരിയ നമുക്ക് കിട്ടും. അതാണ് കംപ്രസ്ഡ് എയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൈലറ്റ് ടണൽ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് പൈലറ്റ് ടണൽ. പൈലറ്റ് ടണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്. പൈലറ്റ് ടണൽ ഈസ് എന്താ? എ സ്മോളർ പ്രിലിമിനറി ടണൽ ദാറ്റ് ഈസ് എക്സ്കവേറ്റഡ് എഹെഡ് ഓഫ് മെയിൻ ടണൽ. ഓക്കെ, നമ്മുടെ മെയിൻ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്മോളർ പ്രിലിമിനറി ടണൽ കൺസ്ട്രക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്? പൈലറ്റ് ടണൽ. ഓക്കെ, അത് എന്തിനൊക്കെയാണ് ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യം എക്സ്പ്ലോറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സ്പ്ലോറേഷൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അവിടുത്തെ ജിയോളജിക്കൽ കണ്ടീഷൻ മനസ്സിലാകും. നമുക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ, ഇനി അവിടെ എന്തൊക്കെ ചലഞ്ചുകൾ ആ ഒരു സൈറ്റിൽ ഫേസ് ചെയ്തേണ്ടി വരിക, അല്ലെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരിക, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. പിന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എയർ ഒക്കെ പാസ് ചെയ്യണം, വർക്കേഴ്സിനൊക്കെ അവിടെ നിർത്തി വർക്ക് ചെയ്യിപ്പിക്കേണ്ടതല്ലേ. അപ്പൊ നമുക്ക് അതിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ, വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പൈലറ്റ് ടണൽ ചെയ്യും. പിന്നെ ഒന്ന് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും പൈലറ്റ് ടണൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഗ് ചെയ്യും. അടുത്തത് ഗൈഡൻസ്, അതായത് എന്താ? നമുക്കൊരു അലൈൻമെന്റ് ഒക്കെ എങ്ങനെയാണ്, അതിന്റെ ഗ്രേഡിയന്റ് എങ്ങനെയാണ്, ഓക്കെ, അങ്ങനെ മെയിൻ ടണലിന്റെ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പൈലറ്റ് ടണലൊക്കെ ലാർജ് സ്കെയിൽ ടണലിംഗ് പ്രൊജക്ട്സിൽ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ യൂട്ടിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള ലാർജ് സ്കെയിൽ ടണൽസിലാണ് നമ്മൾ ഈ പൈലറ്റ് ടണൽസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്മോളർ പ്രിലിമിനറി ടണൽ ദാറ്റ് ഈസ് എക്സ്കവേറ്റഡ് എഹെഡ് ഓഫ് മെയിൻ ടണൽ എന്നൊക്കെ പറഞ്ഞ എന്താ? പൈലറ്റ് ടണൽ. ഓക്കെ, അടുത്താണ് നീഡിൽ ബീം മെത്തേഡ്. ഓക്കെ, എന്താണ് നീഡിൽ ബീം മെത്തേഡ്? മിക്ക ക്വസ്റ്റ്യനിലും ഓപ്ഷൻ ആയിട്ട് വരുന്ന സാധനമാണ് നീഡിൽ ബീം മെത്തേഡ്. അപ്പൊ നീഡിൽ ബീം മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? when soil is hard enough to stand for few minutes. അതായത് എൻ്റെ നീഡിൽ ബീം മെത്തേഡ് യൂസ് ചെയ്യുന്ന, അതായത് സോയിലാണ് ഞാൻ എക്സ്കവേറ്റ് ചെയ്ത് പോകുന്നത്, ഒരു കുറച്ച് മിനിറ്റുകളൊക്കെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള സോയിലുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നീഡിൽ ബീം മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെ ചെയ്യുന്നേ? ഒരു സ്മോൾ ഡ്രിഫ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇൻസേർട്ടിങ് എ നീഡിൽ ബീം ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് 2 eye girders bolted together with a wooden block in the center. അപ്പൊ നമ്മൾ ഒരു നീഡിൽ ബീം പോലെ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു വുഡൻ ബോക്സ് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യും, ഒരു സ്മോൾ ഡ്രിഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് നീഡിൽ ബീമിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കും. Okay, with its front end supported on drift and the rear end supported on the vertical post resting on the tunnel lining. അപ്പോൾ നമ്മൾ ഇവനെ എന്ത് ചെയ്യും? ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യുക? ഫ്രണ്ട് എൻഡിനെ നമ്മൾ ഡ്രിഫ്റ്റിൽ വെക്കത്തക്ക വിധത്തിലും റിയർ എൻഡിനെ നമ്മൾ എന്ത് ചെയ്യും? വെർട്ടിക്കൽ പോസ്റ്റ് റെസ്റ്റിംഗ് ഓൺ ടണൽ ലൈൻ, അതായത് ഒരു ടണൽ ലൈനിങ്ങിൽ ഒരു വെർട്ടിക്കൽ പോസ്റ്റ് വെച്ചിട്ട് അവിടെയും സപ്പോർട്ട് ചെയ്ത് നിർത്തും. ഓക്കെ, പിന്നെ നമ്മൾ ജാക്ക് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, നീഡിൽ ബീമിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടണലിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്കവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആണ്. അതർ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നീഡിൽ ബീം മെത്തേഡ് കുറച്ചുകൂടെ എക്കണോമിക്കൽ ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഓപ്ഷനിലൊക്കെ കാണാൻ ചാൻസ് ഉള്ളത്. സാധാരണ ടണലിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വലിയ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. മാക്സിമം നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനെ എക്സ്പെക്ട് ചെയ്യാൻ ഇതിൽ നിന്ന് പറ്റത്തുള്ളൂ മാക്സിമം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ തന്നെ വരുന്ന ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് MCQ ഡിസ്കഷൻ നോക്കാം.